സംസ്ഥാനത്ത് SSLC ഫലം പ്രഖ്യാപിച്ചു. 4,25,563 പേരാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. വിജയശതമാനം 99.69 ആണ്. ഏറ്റവും ഉയർന്ന വിജയം കോട്ടയം റവന്യൂ ജില്ലയിലും ഏറ്റവും കുറവ് തിരുവനന്തപുരം റവന്യൂ ജില്ലയിലുമാണ്. പുനർമൂല്യ നിർണ്ണയത്തിന് നാളെ മുതൽ നൽകാം. സർട്ടിഫിക്കറ്റ് ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. +1 പ്രവേശന നടപടികൾ മെയ് 16 ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയശതമാനം 99.69%. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.7 എന്നായിരുന്നു. കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം 0.01% കുറവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. തുടർച്ചയായ മൂന്നാം തവണയും വിജയശതമാനം 99% മുകളിൽ തന്നെയാണ്. ഇത്തവണ 99.69 വിജയശതമാനം. 71,831 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ സ്വന്തമാക്കി. വിജയശതമാനം ഏറ്റവും കൂടിയ റവന്യൂ ജില്ല കോട്ടയമാണ്, കുറവ് തിരുവനന്തപുരവും. ഫുൾ A+കാരുടെ എണ്ണത്തിൽ മലപ്പുറമാണ് മുന്നിൽ. 892 സ്കൂളുകൾ 100 മേനി വിജയം നേടി. മുൻ വർഷത്തെ പോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഹയർ സെക്കൻഡറി മേഖല ആകെ സീറ്റുകൾ 4,33,231. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ ആകെ സീറ്റുകൾ 33,030. +1 പഠനത്തിൽ ലഭ്യമായ ആകെ സീറ്റുകൾ 4,66,261. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ സീറ്റുകൾക്ക് പുറമെ ഉപരിപഠനത്തിൽ ലഭ്യമായ സീറ്റുകൾ IT മേഖലയിൽ ആകെ സീറ്റുകൾ 61,429. പോളിടെക്നിക് മേഖലയിൽ ആകെ സീറ്റുകൾ 9,990. എല്ലാ മേഖലകളിലുമായി ഉപരിപഠനത്തിൽ ലഭ്യമായ ആകെ സീറ്റുകൾ 5,37,680. 178 താൽക്കാലിക ബാച്ചുകളിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 11,965. മാർജിനൽ സീറ്റ് വർധനവിലൂടെയും താൽക്കാലിക ബാച്ചുകളിലൂടെയും ലഭ്യമാകുന്ന ആകെ സീറ്റ് 73,724. SSLC മൂല്യനിർണ്ണയത്തിൽ മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചന. 2025 SSLC പരീക്ഷയിൽ ഈ മാറ്റം ഉണ്ടാകും. ഹയർ സെക്കൻഡറിയിലേതുപോലെ പേപ്പർ മിനിമം ഏർപ്പെടുത്തുമെന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. വിജയത്തിന് എഴുത്തുപരീക്ഷയിൽ പ്രത്യേക മാർക്ക് നേടുന്നതാണ് പേപ്പർ മിനിമം രീതി. വിവിധ മേഖലകളിലെ കൂടിയാലോചനകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ വകുപ്പ് ഉടൻ തീരുമാനമെടുക്കും. അതേസമയം പുനർമൂല്യനിർണ്ണയത്തിന് സൂക്ഷ്മ പരിശോധനയ്ക്കും ഈ മാസം 9 മുതൽ 15 വരെ അപേക്ഷിക്കാം. സേ പരീക്ഷ ഈ മാസം 28 മുതൽ ജൂൺ 6 വരെ നടക്കും. ജനം, തിരുവനന്തപുരം.